സ്റ്റാമ്പ് പേപ്പർ നിർത്തലാക്കി. 2025 മാർച്ച് 31 ഇത് തീരും. ഇവിടുന്ന് കിട്ടുന്നില്ല. നാസിക്കിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ അച്ചടി നിർത്തിയിരിക്കുകയാണ്. 50 രൂപ പത്രത്തിന്റെ സ്റ്റോക്ക് ഇല്ലാതെ വന്നിട്ട് ഇവിടെ സെബറേഷൻ ഓഫീസിൽ 1000 രൂപയുടെ ഒരു ഇതിലാണ് നമ്മൾ ഒരു മാരേജ് അടിച്ചുകൊണ്ട് പോയത്. മുദ്രപത്രങ്ങൾ വിൽക്കപ്പെടും. ഇവിടുത്തെ പല ബോർഡുകളിലും ഇങ്ങനൊരു വാചകങ്ങളുണ്ട്. എന്നാൽ കടയിൽ ചെല്ലുമ്പോൾ മുദ്രപത്രങ്ങൾ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും കുറഞ്ഞ വില എന്നത് 1000 രൂപയിലാണ് ഇപ്പോൾ മുദ്രപത്രങ്ങൾ ലഭിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? പലരും ഇപ്പോൾ മുദ്രപത്രങ്ങൾ ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ പുറം കാഴ്ചകൾ, അല്ലെങ്കിൽ എത്ര രൂപ മുതൽ കിട്ടും, എന്താണ് ഇത് മുദ്രപത്രങ്ങൾ ഇപ്പോൾ ലഭിക്കാത്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ഷാമം ട്രഷറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കുറേശ്ശാണ്. ഇപ്പം ഘട്ടങ്ങളായിട്ട് ഇത് ഇപ്പൊ ഈ സ്റ്റാമ്പ് ആക്കിയിരിക്കുകയാണ്. ഈ സ്റ്റാമ്പ് ആക്കിയതിന്റെ ഓർഡർ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നിരിക്കുന്നത്. ഇത് മൊത്തം മാനുവലായിട്ടുള്ള സ്റ്റാമ്പ് പേപ്പർ നിർത്തലാക്കുന്നത് ഈ അടുത്ത മാർച്ച് 2025 മാർച്ച് 31 ഇത് തീരും. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം ഒരു ഈ സ്റ്റാമ്പ് എടുക്കുന്നതിന് സമയമെടുക്കും. ഒരു 5 മിനിറ്റെങ്കിലും ഈ ഒരു ഈ സ്റ്റാമ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് സമയമെടുക്കും. അപ്പോൾ അതിന് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം രണ്ടും കൂടെ ആയി മാനുവലും ഇതും കൊടുത്തു വരുമ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ 50-100 എണ്ണം വെച്ചേ ഉള്ളൂ നമുക്ക് ട്രഷറിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ 100 എണ്ണം വെച്ച് വരുമ്പോൾ 200 രൂപയുടെ പത്രം വേണം ഒരു എഗ്രിമെന്റിന്. 50 പേര് വന്നാൽ അത് തീരും. അപ്പം അടുത്തതിന് ട്രഷറിയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 20 രൂപയുടെ പഴയ സ്റ്റാമ്പുകൾ എടുത്ത് അത് റീവാലിഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന നടപടിക്രമമാണ് ഇപ്പം. അപ്പം ഇവിടുത്തെ ഇപ്പം ഈ മുദ്രപത്രങ്ങൾ ഇപ്പം നിർത്തി. അതായത് ഇപ്പം ഇവിടുന്ന് കിട്ടുന്നില്ല. നാസിക്കിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പം അച്ചടി നിർത്തിയിരിക്കുകയാണ്. അത്ര അത്യാവശ്യമുള്ള ഞങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പൊ എഗ്രിമെന്റ് നമ്മുടെ അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ 500-ന്റെ ഇല്ല, 100-ന്റെ ഇല്ല, 50-ന്റെ ഇല്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 1000 രൂപയുടെ എടുത്ത് ചെയ്യും. അപ്പം അത്യാവശ്യക്കാരന് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോഴും 50-ന്റെ നിർത്തലാക്കി. പിന്നെ 100-ന്റെ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഈ 20 രൂപ സ്റ്റാമ്പ് 20 രൂപയുടെ മുദ്രപത്രത്തിൽ 100 രൂപയുടെ സീലടിക്കും, റീവാലിഡേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം ജനങ്ങൾക്ക്. അത് മതി വിദേശത്തോട്ട് പോകുന്നതിന് മാത്രം. അത് ട്രഷറിയിൽ അവരോട് പറഞ്ഞാൽ ഏതെങ്കിലും വെണ്ടർ, ഇപ്പം ഒരാളിപ്പോൾ താങ്കൾ എൻ്റെ അടുക്ക് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, വേറൊരാളുടെ കാണും. അപ്പം ഓൾഡ് സ്റ്റോക്ക് ഇരിക്കുന്നതാണ്. ഇപ്പം ചില വിദേശത്തോട്ടൊക്കെ പോകുന്നതിന് ഈ സ്റ്റാമ്പ് റീവാലിഡേറ്റ് ചെയ്ത് പറ്റത്തില്ലായിരിക്കും. അങ്ങനെ വരുമ്പം ആരുടെയെങ്കിലും ഒക്കെ ഇത് കാണുന്നത് ട്രഷറി അറിയാം. അവരോട് ചെന്ന് പറഞ്ഞാൽ അവർ അന്നേരം തന്നെ ഉള്ളവരോട് പറഞ്ഞു വിടും. അവർക്കൊട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തീർക്കാറുണ്ട്.